ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയുടെ അഹങ്കാരത്തിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാൻ, അതിനേക്കാളും ഒരുപടി മുകളിൽ മറുപടി കൊടുക്കാൻ നമ്മുടെ ബാലൻ തീരുമാനിച്ചു. അങ്ങനെ ഡൈവോഴ്സ് നോട്ടീസൊക്കെ അയച്ച് താൻ നല്ല മിടുക്കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈജ അറിയുന്നില്ല വൈജയുടെ തൊലി പൊളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കോടതിയിലിട്ട് നമ്മുടെ ബാലനെന്ന്. ആങ്ങളമാരും എല്ലാവരും വിവരം അറിഞ്ഞു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൈജ എന്ന് പറയുന്ന തൻ്റെ അടി പിന്നെ മറ്റാരും പറയുന്നത് കേൾക്കുകയില്ലല്ലോ. ബാലൻ ഇത് കേസിന് പോകണം എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് അലീനയാണെന്നുണ്ടെങ്കിൽ അച്ഛന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്ത് സംഭവിച്ചാലും അലീന ബാലൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അച്ഛൻ ഇതെല്ലാം പറഞ്ഞ് അലീനയായിട്ട് സംസാരിച്ചു. അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ശിവന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശിവനും കമലയും കൂടെ സംസാരിക്കുവാണ്. അതും വൈജയുടെ ഈ ഒരു അവിവേകം കാണിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി. അപ്പോൾ എന്ത് അവിവേകം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നാണം കെട്ടവൻ ഇനി എന്തിനാണ് അവൾ സഹിക്കുന്നത്? ഇനി അവളത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമല വൈജയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാം. നീ ഇത് എന്തറിഞ്ഞിട്ടാ കമല ഈ പറയുന്നതെന്ന് ശിവൻ അന്നേരം ചോദിച്ചു. ഏതാ ഞാൻ അറിയാത്തതുമല്ലോ ശിവേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചു. ഞാനതല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വൈജയോട് നന്ദികേടും നീതികേടും കാണിച്ച് അവനോട് പിന്നെ അവൾ എങ്ങനെ പ്രതികരിക്കണം? അവൻ്റെ മക്കളെക്കാളും അവൻ്റെ ഭാര്യയെക്കാളും വലുതാ അലീനയെന്ന് പറയുന്നവളില്ല. അലീന കുലീന. അവളെ അവൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയോ അന്നത്തോടുകൂടി തീർന്നു അവരുടെ ജീവിതം. അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നോ അതോടുകൂടി തിരിച്ചു വരികയും ചെയ്യും അവരുടെ ജീവിതം എന്നൊക്കെ പറയുമ്പം വിഡ്ഢിത്തരം വിളമ്പാതെ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാജീവനെ വിളിച്ചു. രാജീവനോട് എത്രയും പെട്ടെന്ന് വരണമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെന്നുള്ള കാര്യവും ശിവൻ പറയുവാണ്. അപ്പോൾ ശിവൻ്റെ ഭാര്യ വീട്ടിലായതുകൊണ്ട് പെട്ടെന്ന് വരാനും സാധിക്കും. അപ്പോൾ വേഗം എത്തിക്കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇവർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു വീട്ടിലുണ്ട്. മനു വീട്ടിലേക്ക് ചെന്നു. മനു അന്നേരത്തേക്കും ഈ ഡൈവേഴ്സ് നോട്ടീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ബാലനങ്ങൾ നല്ല ത്രില്ലിലാണെന്നുള്ള കാര്യം പറയുവാണ് മനു. അപ്പോൾ ശിവൻ ഇങ്ങനെ മനുവിനെ നോക്കുക കേട്ടോ. ഇത്ര ത്രില്ലടിക്കാൻ ഇപ്പം എന്താ ഇത്ര ഇരിക്കുന്നതെന്ന് ചോദിക്കാം. പിന്നെ അവന് പിന്നെ ഇനിയിപ്പോൾ വൈജയെ പറഞ്ഞു വിട്ടിട്ട് സുഖിച്ചങ്ങ് മോക്കോ ഇപ്പോൾ ജീവിക്കാമല്ലോ അല്ലേ, അതായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ കമല പറയണു അവിടെ നിന്ന്. കമല നീ കയറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ അന്നേരം കമലയോട് പറഞ്ഞു, ഞാൻ വല്ലതും പറയുന്നതിനെ കുഴപ്പമുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. സംഭവിച്ച കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും നോക്കാതെ നിന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണാവോ എന്തിങ്ങനെ കുറേ എണ്ണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കമല ഇവരെ എല്ലാവരും ഒരുമാതിരി താഴ്ത്തി കെട്ടി സംസാരിച്ചിട്ട് പോകണം. കഥ അറിയാതെ കിടന്ന് നാട്ടം കാണുകയല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കമല അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് എന്നതാടാ മോനെ ഒരു പോംവഴിയെന്ന് ചോദിക്കുകയാണ് ശിവൻ. എനിക്കറിയത്തില്ല അച്ഛാ, അങ്കിള് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. കേസുമായിട്ട് മുന്നോട്ട് പോയത് സത്യമാണെങ്കിൽ കോടതിയിലെ അങ്കിളും അതുപോലെ അച്ഛനും ആൻറ്റിയും എല്ലാവരും നാറും. നമ്മുടെ ബാലനങ്കിള് നിങ്ങളെ എല്ലാവരെയും നാറ്റിക്കും. സത്യങ്ങളെല്ലാം അതോടുകൂടി പുറത്തു വരും. എന്ത് സംഭവിച്ചാലും അലീന ബാലനങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞു. എടാ അലീനയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ? അലീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ ഇത് കേൾക്കില്ലേ? കേസിന് പോകരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ലേ? ഇതാണ് ചോദിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ബാലേട്ടൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന കാര്യം അവന് തറപ്പിച്ചു പറഞ്ഞു. ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ കൊടുത്ത ആ ഒരു കേസ് അത് വൈജാൻ്റെ തന്നെ പിൻവലിക്കണം. അതെ മറ്റൊന്നിനും സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് കയറിപ്പോയി. ഇതിൻ്റെ തൊല്ല മുഴുവൻ വന്നിരിക്കുന്നത് ഇപ്പോൾ സ്വന്തം തലയിലേക്കാണല്ലോ എന്നോർത്ത് നമ്മുടെ ശിവൻ ഇങ്ങനെ വല്ലാത്തതിൽ നിൽക്കുക. ഇത് കഴിഞ്ഞ് ശിവൻ വീട്ടിലേക്ക് വന്നു. ശിവൻ്റെ വീട്ടിലേക്ക് രാജീവൻ വന്നു. രാജീവൻ വന്നപ്പോഴേക്കും നീ വന്നോ എന്ന് ചോദിച്ചു. ഇവരൊക്കെ ഇറങ്ങി ചെന്നു. എന്നാ ശിവേട്ടാ എന്നാ കാര്യമെന്ന് ചോദിച്ചു. എടാ വൈജയന്തി ബാലന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. ബാലനാണെന്നുണ്ടെങ്കിൽ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ കോടതിയിൽ വെച്ച് എല്ലാത്തിനും വലിച്ചു കീറാനും ഒക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള രീതിയിൽ ശിവൻ ഇങ്ങനെ പറയുമ്പോഴേക്കും രാജീവൻ വന്നു പറഞ്ഞ് കമല അങ്ങോട്ടേക്ക് വന്നു. കമലടത്തി നീ എന്നാ രാജീവേ താമസിച്ചേ? എൻ്റെ പൊന്ന് കമലടത്തി, മിണ്ടുമ്പോൾ ഓടി ഇറങ്ങി വരാനൊന്നും പറ്റുന്ന കാര്യമല്ല. എനിക്ക് എൻ്റേതായ കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. ഓഹോ, നിനക്ക് നിൻ്റേതായ കാര്യങ്ങളുണ്ടോ? ഈ വീട്ടിൽ അല്ലെങ്കിൽ തന്നെ ഹരിയുടെ കാര്യങ്ങൾ ആലോചിച്ച് ആകെ തല പൊങ്ങഞ്ഞിരിക്കുക. ആ സമയത്ത് അടുത്ത പൊല്ലാപ്പും കൂടെ വന്ന് കയറിയിരിക്കുന്നു. ഈ വരുന്ന പ്രശ്നങ്ങൾ മുഴുവനും കൂടി ഇങ്ങോട്ട് വന്ന് ഇങ്ങേര് തന്നെ അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായം അതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമല ഇങ്ങനെ പറയണു. അതെന്താ കമലടുത്തി അങ്ങനെ പറഞ്ഞത്? ഹരിയുടെ കാര്യത്തിനൊന്നും എന്താ ഞാൻ കൂടെ വന്നില്ലേ എന്ന് ചോദിച്ചു. ഹരിയെ രോഹിത്തിനെയും പോയി കാണാനും എല്ലാത്തിനും ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ശിവേട്ടനൊപ്പം. അതെന്താ കമലടുത്തി കാണാതെ പോയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് മനു ഇറങ്ങി വന്നു. അതൊന്നും അമ്മ കാണില്ല, അതൊന്നും അമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ല, അതങ്കിളിന് അറിയില്ലായിരുന്നു എന്നും ചോദിച്ചാൽ മനു വരുന്നത്. മനുവിൻ്റെ പറച്ചിൽ കേട്ടപ്പോഴത്തേക്കും കമലയ്ക്ക് ദേഷ്യം. കമൽ എന്നിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അല്ല ഇപ്പം ശരിക്കും ഇപ്പം എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായതെന്ന് രാജീവൻ ചോദിക്കുമ്പോൾ പ്രശ്നം ഇപ്പം എന്താ, വൈജാൻറ്റി ബാലേന്ദ്രൻ അങ്കിളിന് വക്കീൽ നോട്ടീസ് അയച്ചു ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞു.
അപ്പോൾ ബാലചന്ദ്രനോട് ആ കേസിന് പോകരുതെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന രാജീവനോട് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നൊന്ന് പറയാൻ പറഞ്ഞു ഈ കമല. അവൻ ചെയ്ത തെണ്ടിത്തരമല്ലേ, അപ്പോൾ പിന്നെ വൈജയ്ക്ക് എങ്ങനെയെങ്കിലും അവനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അവൾ നോക്കുന്ന, അവൾ ചെയ്തല്ലേ എന്താ തെറ്റ്? പിന്നെ ഇനിയിപ്പോൾ ഈ കേസ് നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ, അത് അലീന. അവൾ ബാലചന്ദ്രനോട് പറഞ്ഞ, അവൾ പിന്നെ മാനസപുത്രിയാണല്ലോ ബാലചന്ദ്രൻ്റെ, അവൾ പറഞ്ഞാൽ ചിലപ്പോൾ ബാലചന്ദ്രൻ കേൾക്കുമായിരിക്കും, അല്ലാതെ വേറെ ആര് പറഞ്ഞാലും അവൻ കേൾക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ പറയാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ വെള്ളം കോരണ്ടെന്നും കമല പറയണേ. അപ്പോൾ അലീനെ അത് പറയുമോ, അലീനയെ കൂടെ അത് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ രാജീവൻ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മനു അതൊന്നും നടക്കില്ല അങ്കിളേ എന്ന് പറഞ്ഞു. എന്നാ നടക്കത്തില്ലാത്തതോ? അവൾ അവിടുത്തെ ഉപ്പും ചോറുമല്ലേ തിന്നുന്നത്, ആ പെണ്ണിൻ്റെ അടുത്ത് പോയതുപോലെ അല്ല ഈ കാര്യം, അവളോട് നടത്താൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് കമല ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പറയാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ അമ്മ എന്ന് വൈജയോട് പറയാൻ പറയും, അലീനയോട് പറയാൻ പറഞ്ഞു. അലീനയെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളത് വൈജാൻ്റിയാണ്. ആ വൈജാൻ്റി കഴിഞ്ഞാൽ പിന്നെ അവളെ ഉപദ്രവിച്ചിട്ടുള്ളത് അമ്മയാണ്. അമ്മ ചെന്ന് അവളുടെ കാലൊന്ന് പിടിച്ചാലേ ചിലപ്പോൾ എന്തേലൊക്കെ നടക്കും. ഈ കൂട്ടത്തിൽ അമ്മയുടെ മോൻ്റെ കാര്യവും ചിലപ്പോൾ നടന്നെന്ന് വരുമെന്ന് നമ്മുടെ മനു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴേ പോടാ അവിടുന്ന്, എൻ്റെ പട്ടി പോയി അവളുടെ കാല് പിടിക്കും, അവളെപ്പോലെ ഒരു പിഴച്ചവളുടെ കാല് ഞാൻ പിടിക്കാനോ? അലീന പിഴച്ചതാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നും മനു അന്നേരം ചോദിച്ചു. അവളെ പറഞ്ഞപ്പോൾ അവന് പൊള്ളി. ഒന്ന് നിർത്ത് കമലയെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അന്നേരം കമലയോട് ദേഷ്യപ്പെട്ടു. നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ഉള്ളവരെ എല്ലാവരെയും പിഴച്ചവളെന്ന് വിളിക്കാൻ നിനക്ക് നാണോ ഇല്ലേന്ന് ചോദിച്ചു. നിന്നെപ്പറ്റി ആർക്കൊക്കെ എന്തൊക്കെ അറിയാമെന്നും ശിവൻ അന്നേരം ചോദിക്കുക. നീ പിഴച്ചതാണെന്ന് നാളെ നിൻ്റെ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞാൽ നീ അത് അങ്ങനെ ആവുമെന്നൊക്കെ ചോദിച്ചു. കമലയുടെ വായ അടപ്പിച്ചു. ശിവേട്ട മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ അവളെ ശരിക്കും 4 എണ്ണം പറഞ്ഞ് അവിടെ ഇരുത്തുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനെന്നാൽ പോയി ബാലചന്ദ്രനെ ഒന്ന് കാണാം, ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാം, അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്കിളെന്നും പറഞ്ഞുകൊണ്ട് മനു പറയുമ്പം കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം, ഇതിപ്പോൾ തലയ്ക്ക് മീതെ വന്നു പോയില്ലേ, എന്ത് ചെയ്യാനാ? ഒരു പെങ്ങളുള്ളത് കാരണം അതിങ്ങനെയായി. എന്തൊക്കെ അനുഭവിച്ചാലും എൻ്റെ ദൈവമേ, മാനം മര്യാദയ്ക്ക് അവൾക്ക് ആ പിള്ളേരുടെ കാര്യം നോക്കി ആ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ ഈ വല്ല കുഴപ്പം ഉണ്ടാകുമായിരുന്നു. സ്വന്തം കുറവുകൾ മറന്നുകൊണ്ട് അവൾ നാട്ടുകാരുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സ്വന്തം കുറവോ? അതിനെന്തിനാ വൈജയ്ക്ക് ഇത്ര കുറവുകൾ ഇരിക്കുന്നത്? വൈജ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചപ്പം നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞതെന്ന് ശിവൻ കമലയോട് പറയണം. എന്തായാലും ഞാൻ ബാലചന്ദ്രനെ ഒന്ന് പോയി കാണട്ടെ ശിവേട്ടാ, എന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവനെങ്ങും സമ്മതിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാതെ ചുമ്മാ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൈജയോട് ബാലൻ അത്രയ്ക്ക് കലിപ്പുണ്ടെന്ന് എനിക്കറിയാം, അതറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും അലീനയെ കണ്ടെന്ന് സംസാരിച്ച് അലീനയ്ക്കും ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ടൊരിത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ നടന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജീവൻ നേരെ ബാലൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിതമോൾ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. ബബിതമോളാണ് മൊബൈലിൽ തോണ്ടി തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കാണ് രാജീവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രാജീവൻ ചെന്നിട്ട് ഏത് നേരം ഈ മൊബൈലിൽ തന്നെയാണോ ഓടി പണി എന്ന് ചോദിച്ചു. അതെന്താ, എനിക്ക് മൊബൈൽ നോക്കിക്കൂടെ? നോക്കിക്കോ, ചേട്ടൻ ചെന്ന് പെട്ടതുപോലെ ഒരബദ്ധത്തിലും ചെന്ന് പെടാതിരുന്നാൽ മതി, നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് അങ്കിള് പറയുമ്പം അങ്കിളിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് വന്നത്? എന്താ ഞാൻ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കാണിക്കുന്നു എന്നും എല്ലാം നോക്കാനാണോ? എൻ്റെ പൊന്നോ, ഞാൻ ആരെയും നോക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവൻ ഇങ്ങനെ പറഞ്ഞു. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു പറഞ്ഞതാണ്. നിൻ്റെ അമ്മ ഇവിടെ ഇല്ല, നിന്നെ നോക്കേണ്ടതും നിന്നെ സംരക്ഷിക്കേണ്ടതും നിൻ്റെ അമ്മയാണ്. നിൻ്റെ അമ്മയുടെ എടുത്തിയാട്ടം കാരണം അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണെന്നൊക്കെ രാജീവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലിരിപ്പുകൊണ്ടൊന്നും അല്ല എൻ്റെ അമ്മ ആശുപത്രിയിലായത്, നടന്നതൊക്കെ അങ്ങളിനെ അറിയാമല്ലോ, പിന്നെ എന്തിനാ അങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നിൻ്റെ അച്ഛൻ എന്തിയേ, അലീന എന്തിയേ എന്നൊക്കെ ചോദിച്ചു. അങ്കിളെന്താ ഇവരൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് വല്ലതും കട്ടെടുക്കാൻ വന്നതാണോ എന്ന് ചോദിക്കാട്ടോ ഈ ബബിത. ഞാനിവിടെ നിന്ന് എന്നെ ഹട്ടെടുക്കാൻ അടിയെന്ന് ചോദിച്ചു. നിൻ്റെ അമ്മ നിൻ്റെ അച്ഛനെതിരെ വക്കീൽ നോട്ടീസ് കൊടുത്തു നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം അത് ഞാൻ അറിഞ്ഞു. അമ്മ ചെയ്തതിൽ എന്താ തെറ്റ്? അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അമ്മ ചെയ്തതാ ശരി. അച്ഛൻ അമ്മയെ ചീറ്റ് ചെയ്തു, അപ്പം പിന്നെ അമ്മ അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് മകൾ ചോദിക്കുക, അമ്മ അച്ഛനെ ചീറ്റ് ചെയ്തെന്നോ? അച്ഛൻ അമ്മയെ ചീറ്റ് ചെയ്തെന്നോ? നീ എന്താ പറയുന്നത്? അച്ഛൻ അമ്മയെ ചീറ്റ് ചെയ്തു. നന്നായി മോളെ, അച്ഛൻ അമ്മയാണോ ചീറ്റ് ചെയ്തത്, അമ്മ അച്ഛനെയാണോ ചീറ്റ് ചെയ്തതെന്ന് അധികം വൈകാതെ നിനക്കറിയാൻ കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ ഇങ്ങനെ പറയാം. അപ്പോൾ ബബിത ഇങ്ങനെ ഇരിക്കാം. എന്തി അലീന എവിടെയെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അലീനയെ കണ്ടു. ബാലചന്ദ്രൻ എന്തി അലീനയെന്ന് ചോദിച്ചു. അച്ഛൻ മുകളിലുണ്ട്. നീ അറിഞ്ഞില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഞാൻ അറിഞ്ഞു.
ഞാൻ എന്ത് ചെയ്യാൻ അങ്കിളേന്ന് ചോദിക്കുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലേന്ന് ചോദിക്കാം. നിനക്കേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ഞാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നുമല്ല. അച്ഛൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, ഈ ഒരു ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകും, മേഡത്തിനോടുള്ള ദേഷ്യം ഇവിടെ തീർക്കും എന്ന് തന്നെ അച്ഛൻ പറയുന്നതെന്നൊക്കെ അലീന ഇങ്ങനെ പറയുകയാണ്. മേഡത്തെ കോടതിയിലിട്ട് പൊരിക്കാൻ വേണ്ടി അച്ഛൻ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം അലീന പറയുമ്പോഴത്തേക്കും ഞാനൊന്ന് ബാലനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജീവൻ മുകളിലോട്ട് കയറിപ്പോയി. അപ്പം ബാല എന്ന് വിളിച്ച് ചെന്നു. ആരായി വരുന്നേ, കയറി വരൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു. രാജീവൻ കയറി ചെന്നു. അപ്പോൾ എന്തൊക്കെയാ അങ്ങനെ രാജീവനും അതുപോലെ നമ്മുടെ ബാലനും കൂടെ സംസാരിക്കുക. അപ്പോൾ പെങ്ങൾ ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും വന്നതല്ലേ എന്ന് ചോദിക്കുമ്പം ബാല, ഞാൻ ഒന്നും പറയണ്ട രാജീവേ, കാര്യങ്ങൾ ഏകദേശമൊക്കെ ഊഹിക്കാനുള്ളൊരു ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതല്ല ബാല, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണോ? ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകട്ടെ രാജീവ, അതല്ലേ നല്ലത്. ഈ കേസ് പിൻവലിക്കാനായിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് കേസ് കൊടുത്തത് ഞാനാണോ? നിൻ്റെ പെങ്ങളല്ലേ, അപ്പോൾ പിന്നെ കേസ് പിൻവലിക്കേണ്ടത് അവളല്ലേ. പക്ഷേ അവളോട് കേസ് പിൻവലിക്കണമെന്ന് പറയരുത് കേട്ടോ. ഈ കേസ് കോടതിയിൽ എത്തട്ടെ, ഈ കേസ് കോടതിയിൽ എത്തുന്നത് കാത്ത് ഞാനിരിക്കുക, എനിക്ക് എന്നിട്ട് വേണമെന്ന് അർമാദിക്കാനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാത്തിനെയും കൂട്ടിൽ കയറ്റി നിർത്തി എനിക്ക് വിസ്തരിക്കണം, എല്ലാത്തിൻ്റെ നടുവിൽ ഞാൻ അലീനയും പിടിച്ച് നിർത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലൻ ഇങ്ങനെ പറയുവാണ്. നീയൊക്കെ കൂടെ എനിക്കിട്ട് വെച്ച പണി അതിന് ഞാൻ ചോദിക്കും രാജീവേ, അതിനൊരു സംശയം വേണ്ട. നിൻ്റെ പെങ്ങൾ കാണിക്കുന്ന അഹങ്കാരത്തിന് അവൾക്കൊരു മറുപടി കൊടുത്തില്ലേ, ഞാൻ പിന്നെ എന്തിനാണ് ആണാണെന്നും പറഞ്ഞ് നടക്കണേ? അവൾ അനുഭവിക്കണം. 10 പേരുടെ മുന്നിൽ നിൻ്റെ ഭാര്യ നിന്ന് ഉരുകുന്നത് എനിക്ക് കാണണമെന്നും പറഞ്ഞുകൊണ്ട് രാജീവനോട് നമ്മുടെ ബാലനായിട്ട് ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് അലീന താഴെ നിന്നിങ്ങനെ ആകെ വല്ലാത്തൊരു നിങ്ങൾക്ക് എന്തായിരിക്കും അച്ഛൻ ഇവിടെ പറയുന്നത്? അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഇതങ്ങ് ആഘോഷിക്കാനും അച്ഛൻ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇയാൾ ചെന്ന് കയറി കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഇതൊക്കെ ഓർത്ത് അലീന തിന്ന താഴെ നിൽക്കുന്നു. രാജീവൻ പറഞ്ഞ ഒരു വാക്ക് പോലും നമ്മുടെ ബാലൻ കേട്ടില്ല. ഇത് താൻ നടത്തിയേ അടങ്ങൂ, ഈ ഡിവോഴ്സ് തൻ്റെ ആവശ്യമാണ്, തൻ്റെ അവകാശമാണെന്നുള്ള രീതിയിൽ ബാലൻ ഇങ്ങനെ രാജീവൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. രാജീവനാണെന്നുണ്ടെങ്കിൽ താണു കേണ് തൊഴുതു വണങ്ങിയാണ് നിൽക്കുന്ന ബാലൻ്റെ മുന്നിൽ. ബാലൻ ആരാ പൊന്നുമോൻ, കിട്ടിയ അവസരം വെറുതെ ആക്കുമോ? എല്ലാത്തിനെയും എടുത്ത് പൊളിച്ചടുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ കഥയിലുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ, ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കഥയിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ഡയലോഗിലും ചെറിയ മാറ്റങ്ങളുണ്ടാകാം, പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ നിർത്തിക്കോട്ടെ. എല്ലാവർക്കും ടാറ്റാ.